കട്ടപ്പന വാഴവരയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. കടകളുടെ താഴ് തകർത്ത് അകത്തു കടന്ന മോഷ്ടാവ് 2 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമായി 12,800 രൂപ മോഷ്ടിച്ചു. രാത്രികാലങ്ങളിൽ പോലീസിന്റെ പരിശോധന ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നുവരുന്നത്. ഏതാനും മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് വാഴവര കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ വർദ്ധിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിലാണ് വാഴവരയിലെ 2 വ്യാപാര സ്ഥാപനങ്ങളുടെ താഴ് തകർത്ത് മോഷണം നടന്നത്. വാഴവര ആശ്രമംപടിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാപാര സ്ഥാപനത്തിൽ നിന്നും 11,000 രൂപയും നഷ്ടപ്പെട്ടു. കടയിലെ ആവശ്യത്തിനായി ചില്ലറയായി സൂക്ഷിച്ച പണമാണ് നഷ്ടമായത്. ഞായറാഴ്ച രാത്രി 12 മണി വരെ ഞാൻ ഈ കടയിലുണ്ടായിരുന്നു. 12:50 വരെ ഞാൻ ഈ കടയിലുണ്ട്. കാരണം പിറ്റേ ദിവസം എൻ്റെ ചേട്ടൻ്റെ മകളുടെ കല്യാണമായിരുന്നു. ഞാൻ അതിനുവേണ്ടി പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് 12:50 ആയപ്പോഴാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ രാവിലെ എൻ്റെ പിള്ളേർ രാവിലെ ഇവിടെ കുറച്ച് 7 മണിയാകുമ്പോൾ കുറച്ച് പാലൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ 2 പേരെ ഞാൻ രാവിലെ ഇവരെ ഈ കട തുറക്കാനായിട്ട് വായി ഉള്ളത് കൊണ്ട് താക്കോലും കൊടുത്തു വിട്ടു. അവർ വന്നപ്പം ഇതിൻ്റെ ഷട്ടർ രണ്ടും തുറന്ന് കിടക്കുക, ഈ താക്കോല് താഴില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പം അന്നേരം പിള്ളേർക്ക് ഇത് മനസ്സിലായില്ല. പിള്ളേർ ഓർത്ത് ഞാൻ പൂട്ടാതിരിക്കുന്നതെന്ന് കരുതി അവർ പറഞ്ഞില്ല. ഞാൻ 8:30 കല്യാണത്തിന് പോകാൻ വന്നപ്പോഴാണ് ഇവിടെ നിൽക്കുന്ന സ്റ്റാഫ് എന്നോട് ചോദിക്കുന്നത്, ഇവിടെ പൈസ ചില്ലറ പൈസകളൊന്നും ഇല്ല, പൈസ എല്ലാം വീട്ടിൽ കൊണ്ടുവച്ചു. അപ്പോഴാണ് ഞാൻ ഇത് വന്ന് പെട്ടെന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു രൂപയുടെ കോയിൻ പോലും ബാക്കി വെക്കാതെ ഇരുന്ന കോയിൻസ് മുഴുവൻ എടുത്തുകൊണ്ടിരുന്നത്. വാഴവര ടൗണിലെ സ്റ്റേഷനറി കടയിൽ നിന്നും 1,800 രൂപയും നഷ്ടമായി. കൃത്യമായി ആളില്ലെന്ന് മനസ്സിലാക്കിയുള്ള മോഷണമാണ് നടക്കുന്നുവെന്നാണ് വ്യാപാരികൾ പറയുന്നത്. സംഭവത്തിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതേസമയം മേഖലയിൽ പോലീസിന്റെ രാത്രികാല പട്രോളിംഗുകൾ ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നുവരുന്നത്. ഹൈറേഞ്ച് കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ പെരുകുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു.